ആലപ്പുഴ ചന്ദ്രയൂരിൽ കുഴി ഒരു വലിയ പ്രശ്നമാണ്. ഇന്നലെ രാവിലെ ഒരു ദൃശ്യം ഞങ്ങൾ കാണിച്ചിരുന്നു പ്രേക്ഷകരെ. ഒരു സ്കൂൾ വിദ്യാർത്ഥിനി റോഡിലെ കുഴിയിൽ വീണതായിരുന്നു ആ ദൃശ്യം. ഈ കാണുന്ന ദൃശ്യമാണ്. പ്രേക്ഷകർ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ആൾപ്പൊക്കമുള്ള കുഴിയിലാണ് ഈ കുഞ്ഞ് വീണത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ആദ്യം നമുക്കൊന്ന് കാണാം. അതിനുശേഷം ഞാൻ ശരത്തിലേക്ക് പോകാം. നോക്കൂ, ആ കുട്ടിയുമായിട്ട് അമ്മയാണെന്ന് തോന്നുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് വരുന്നു, കുടപിടിച്ച് വരുന്നു. ഒരു വലിയ കുഴിയിൽ ആ കുട്ടി വന്ന് വീഴുകയാണ്. ആ കുഴിയിൽ നിന്ന് എത്ര കഷ്ടപ്പെട്ടാണെന്നറിയാമോ ആ കുട്ടി പുറത്ത് കയറുന്നത്. മറ്റൊരു അപകടവും ഉണ്ടാവാഞ്ഞത് ആ കുട്ടിയുടെ ഭാഗ്യം. ഇപ്പോൾ ആ കുഴിയുള്ള സ്ഥലത്ത് നമ്മുടെ പ്രതിനിധി ശരത് എസ് എത്തിയിട്ടുണ്ട്. ശരത്, ഗുഡ് മോർണിംഗ്. ശരത്, ആ കുഴി നമ്മുടെ വാർത്തയെ തുടർന്ന് അടച്ചോ അതോ ഇപ്പോഴും ആ കുഴി അതേപടി നിലനിർത്തിയിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നിലവിൽ എന്തായാലും ആശ്വാസകരമെന്ന് പറയുന്നത് ഈ രീതിയിൽ കുഴി അടച്ചു, ഈ ഭാഗം കെട്ടി അടച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് പ്രതിസന്ധിയും നിലവിൽ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് മുൻപേ തോന്നിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഒരു വലിയ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഇത് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ്. അങ്ങനെ നിരവധി വാഹനങ്ങളും നിരവധി യാത്രക്കാരും നിരന്തരം പോകുന്ന ഈ വഴിക്ക് സമീപമാണ്. യാതൊരു മുന്നറിയിപ്പ് ബോർഡോ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാത്ത രീതിയിൽ ഈ കുഴി ഇങ്ങനെ തുറന്നു വെച്ച് അലസമായി വെച്ചുപോയത്. ആ കുഴിയിൽ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കുഴി തുറന്നു വെച്ചതിനപ്പുറം അവിടെ വെള്ളക്കെട്ട് കൂടി രൂപപ്പെട്ടതോടുകൂടി ഇങ്ങനെ ഒരു കുഴി ഇവിടെ ഉണ്ട് എന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ കുട്ടി ഈ അപകടത്തിൽ വീണത് എന്നുള്ളതാണ്. ഈ കുഴി എന്ന് പറയുന്നത് ഈ പാതയ്ക്ക് സമീപമുള്ള ഓടയുടെ കുഴിയാണ്. ഈ ഓട ഞാൻ കാണിച്ചു തരാം. ആ കുട്ടി വീണ ഭാഗമാണിത്. ഈ ഭാഗത്ത് നമുക്ക് അളന്നു നോക്കിയാൽ മനസ്സിലാകും എത്ര വലിയ കുഴിയിലാണ് ആ കുട്ടി വീണത് എന്നുള്ളത്. ഇത്ര ഹൈറ്റ് ഈ സമയത്തുണ്ട്. ഇന്നിപ്പോൾ വെള്ളം വറ്റിച്ച സമയത്തുള്ള ഹൈറ്റ് ആണെങ്കിലും ഇത്ര ഹൈറ്റ് ഈ സമയത്തുണ്ട്. ഇന്നലെ പക്ഷേ ഇതിലും ഹൈറ്റ്, അതായത് ഇതിലും നീളമുള്ള ആയമുള്ള കുഴിയിലാണ് ആ കുട്ടി ഇന്നലെ വീണിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പൊ തന്നെ ഞാൻ ഈ വെച്ച് കാണിച്ചു തരാം. ഏകദേശം എന്റെ ഇത്ര ഹൈറ്റ്, എന്റെ നെഞ്ചോളം അല്ലെങ്കിൽ എന്റെ അരയ്ക്ക് മുകളിൽ ഈ ആഴം വരുന്നൊരു കുഴിയാണിത്. അത്ര വലിയ കുഴിയിലേക്കാണ് കുട്ടി വീണത് എന്നുള്ളതാണ്. ഇത് ഒറ്റപ്പെട്ടൊരു കുഴിയല്ല. തൊട്ടിപ്പുറം സമാനമായ രീതിയിൽ ഓടകൾ ഇങ്ങനെ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇവർ കെട്ടിയടച്ചെങ്കിൽ പോലും ഇതൊക്കെ തന്നെ ഇന്നലെ വരെ ഈ രീതിയിൽ അലസമായി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ബോർഡും ഇല്ലാതെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഏതൊരു കുട്ടിയും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് തൊട്ടിപ്പുറം കാണാൻ സാധിക്കും. വിദ്യാർത്ഥികളടക്കം നിരവധി കുട്ടികളെ ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത് കാണാൻ സാധിക്കും. തൊട്ടിപ്പുറമാണ് ചന്ദ്രൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഉള്ളത്. അങ്ങനെ കുട്ടികൾ നിരന്തരം പോകുന്ന പാത കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയും. അങ്ങനെ ഇത്തരം പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഇത്തരം പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് പോലും അതിന് യാതൊരു സുരക്ഷാ മുൻകരുതലും സ്വീകരിക്കാതെ ഇങ്ങനെ കുഴി തുറന്നിട്ടതാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. എന്തായാലും സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ ഒരു താൽക്കാലിക നടപടി എന്നാണ് ഒരു കുഴിയൊക്കെ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. സംഭവം ഇന്നലെ നേരിട്ട് കണ്ട തൊട്ടിപ്പുറത്തെ കടയിലുള്ള ഉടമ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? സംഭവിച്ചെന്നൊരു 10 മണിക്ക് മുന്നോട്ട് ഈ രണ്ട് കുട്ടികൾ നല്ല കോരിച്ചൊഴിയുന്ന മഴയിൽ ഈ കാണുന്ന വെള്ളമൊന്നുമല്ല, നല്ല ഒരാൾ വീണാൽ ഒഴുകിപ്പോകുന്ന ദിവസം വെള്ളമാണ്. ആ കുട്ടികളെ കുട വരെ നല്ല ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ കുട്ടി ആദ്യം വീണ്. ഇതിനെ രക്ഷിക്കാൻ വേണ്ടി ചെറിയ കുട്ടി കയ്യിൽ പിടിച്ചപ്പോൾ ചെറിയ കുട്ടിക്കാരെ വലിയ കുട്ടിക്കാരെ കയറി ചെറിയ വെള്ളത്തിലേക്ക് വീണു. ആ രണ്ടുപേരും വെള്ളത്തിൽ വീണ്. ദൃശ്യങ്ങൾ പകർത്തിയത് ഒരു ഭാഗം മാത്രമേ വന്നിട്ട് ഒരു ഭാഗത്തെ വന്നുള്ളൂ. കാരണം അത്ര സീരിയസ് ആക്കിയിട്ടില്ല. അത് തന്നെ കാര്യം. നമ്മുടെ കൂട്ടുകാരനാണ് അത് പകർത്തിയത്. ഈ കടക്കാരൻ. അപകടം പതിവാണ് ഇങ്ങനെ ആളുകൾ കുഴിയിൽ വീഴുന്നു. അങ്ങനെയല്ല, ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് സൂചന കൊടുക്കാറുണ്ട്, മക്കളെ അങ്ങനെ വരരുത്. അവിടെ നിരന്തരം വാഹനങ്ങളൊക്കെ അപകടത്തിൽ വരാറുണ്ട്. അതിപ്പോ ആരുടെ ചിലപ്പം വരുന്ന ആൾക്കാരുടെയൊക്കെ അശ്രദ്ധയാകാം, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇവർ പറയുന്നത് ഇന്നലെ കണ്ട ദൃശ്യങ്ങളിൽ പോലും അതും ആ ദൃശ്യവും പൂർണ്ണമല്ല. അതായത് ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം മാത്രമാണ് ആ ദൃശ്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രം മൊബൈലിൽ പകർത്തിയത് എന്നുള്ളത്. അതിന് മുൻപ് സംഭവിച്ചതുപോലും ഈ രണ്ടുപേരും വെള്ളത്തിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തൊട്ടിപ്പുറത്തുള്ള കട ഉടമ പറയുന്നത്. അദ്ദേഹമാണ് ഈ സംഭവം ആദ്യം കണ്ടത്. അവരൊക്കെ ചേർന്നാണ് ആ കുട്ടിയെ പിന്നീട് കരക്കി കയറ്റുകയും മറ്റ് വേണ്ടപ്പെട്ട നടപടികൾ അവർക്ക് കുട്ടിയെ ആശുപത്രിയിലേക്കും മറ്റും വേണമെങ്കിൽ പോകാമെന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ നാട്ടുകാർക്ക് നമ്മൾ നന്ദി അറിയിക്കുന്നു. കാരണം അവിടെ ഒരുപാട് കുട്ടികളെ ഇങ്ങനെ വീഴാതെ സൂക്ഷിച്ച് സൈൻ ബോർഡായിട്ട് നിന്നത് അവിടുത്തെ നാട്ടുകാരാണ്. സർക്കാർ ചെയ്യേണ്ടത് നാട്ടുകാർ ചെയ്യുന്ന അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. വലിയ കുഴികളാണ്. ആ കുഴികളിൽ കുട്ടികൾ വന്ന് വീണു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. വാരിക്കുഴി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലേക്ക്.